അതെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കടവരാൽ മീൻകറിയാണ്. ഈ കടവരാലെന്ന് പറഞ്ഞാൽ കടൽ മീനാണോ കായൽ മീനാണോ അതൊന്നും എനിക്കറിയില്ല. എങ്കിലും ഏത് മീനാണേലും നല്ല കുടംപുളി ഇട്ട് വറ്റിച്ചാൽ നല്ല സ്വാദായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുടംപുളി ഇട്ടൊരു മീൻ കറിയാകാം. അതിനായിട്ട് നമുക്ക് മീൻ വെട്ടി വൃത്തിയാക്കി തന്നെ നമുക്ക് നല്ല മൺചട്ടിയിലോട്ട് മാറ്റാം. അങ്ങനെ വെട്ടി വൃത്തിയാക്കിയ മീനിന് നമുക്കൊരു കൂട്ടും കൂടെ വേണം. ആ കൂട്ട് ചേർത്ത് നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാം. മറ്റൊന്നുമല്ല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൊച്ചുള്ളി ചതച്ചതും കുറച്ച് കരിയാപ്പിലയും അതുപോലെ തന്നെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയും എല്ലാം ചേർത്ത് നമുക്കൊരു അരപ്പും കൂടെ ഉണ്ടാക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം. ഞങ്ങളൊക്കെ കൂടുതലും ഉലുവയാണ് പൊട്ടിക്കുന്നത്. പക്ഷേ കൂടുതലും കടുകും കൂടെ പൊട്ടിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഉലുവയാണ് പൊട്ടിക്കാറ്. അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൊച്ചുള്ളി ചതച്ചതും ഒരു പച്ചമണം ഒന്ന് മാറ്റി നമുക്കൊന്ന് ഒരു ബ്രൗൺ നിറമാകുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. അങ്ങനെ വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതായത് മല്ലിയും മുളകും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും പച്ചമണം ഒന്ന് നമുക്ക് മാറ്റിയെടുക്കണം. ശേഷം മാത്രമേ നമുക്ക് ഇതിൽ വെള്ളമൊക്കെ ചേർത്ത് അരപ്പ് തിളപ്പിച്ചെടുക്കാൻ പറ്റൂ. അപ്പം ഏകദേശം ഒന്ന് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് നല്ല രീതിയിൽ ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. അപ്പം നമുക്ക് വെള്ളം ചേർത്ത് നമുക്കൊന്ന് പതുക്കെ യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ യോജിപ്പിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല കുടംപുളിയും നല്ല കറിവേപ്പിലയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് നിർത്താം. ആ തിളയ്ക്കുമ്പോഴേക്കും ആ പുളിയുടെയും ആ കൂട്ടിൻ്റെയും ആ കറിവേപ്പിലയുടെയൊക്കെ ആ സ്വാദ് അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. കൂടെ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കുക. ശേഷം മീൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലേക്ക് വെള്ളം വാർത്ത് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതങ്ങനെ കിടന്ന് കുറേ നേരത്തേനങ്ങ് തിളക്കട്ടെ. മീൻ നന്നായിട്ടൊന്ന് വേകണമല്ലോ. ഇങ്ങനെ വെന്ത് വരുമ്പം നമ്മുടെ കടവരാൽ മീൻകറി റെഡി. കൂടത്തിൽ കപ്പയുണ്ടെങ്കിലോ അടിപൊളിയായിരിക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാലേ മീനിലെല്ലാത്തിലേക്കും നല്ല രീതിയിൽ ആ എരിവൊക്കെ ഇറങ്ങും. ലാസ്റ്റ് നമ്മൾ ഒന്ന് താളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, പച്ച വെളിച്ചെണ്ണയിൽ. ആ കപ്പപ്പുഴുക്കിൻ്റെ കൂടെ ഈ കടവരാൽ കറി അതൊരു കോംബോ തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.